ശബരിമല സ്വർണ്ണ കവർച്ചയിലെ കോൺഗ്രസ് പങ്കിൽ രാജ്യതലസ്ഥാനത്ത് വൻ പ്രതിഷേധം സംഘടിപ്പിച്ച് യുവമോർച്ച. ഉണ്ണികൃഷ്ണൻ പോറ്റിയും സോണിയയും തമ്മിലുള്ള ബന്ധം പുറത്തു കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ട് സോണിയയുടെ വസതിയിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. അയ്യപ്പന്റെ സ്വത്ത് കോൺഗ്രസ് കൊള്ളയടിച്ചുവെന്ന് എം പി അനുരാഗ് സിംഗ് ഠാക്കൂർ ആരോപിച്ചിരിക്കുകയാണ്. ആദ്യം ആ പ്രതികരണം കാണാം. നന്ദഗോപനാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുക. നന്ദൻ, ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ രാജ്യ തലസ്ഥാനത്തടക്കം സ്ഥിതി മാറുകയാണ്. കോൺഗ്രസിന്റെ പങ്ക് വലിയ രീതിയിൽ ചർച്ചയാകുന്നു. നമുക്കറിയാം, നേരത്തെ സഭയിലടക്കം വിഷയം ഉന്നയിച്ചിരുന്നു. എങ്കിൽ പോലും ഇന്ന് രാജ്യ തലസ്ഥാനം പ്രക്ഷുബ്ധമാകുന്ന ഒരു സ്ഥിതിയായിരുന്നു. യുവമോർച്ച അതിശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോയി. ഇന്ന് എങ്ങനെയായിരുന്നു രാജ്യ തലസ്ഥാനത്തിന്റെ ഒരു സ്ഥിതി? ഏതാണ്ട് 50-ലധികം പ്രവർത്തകരാണ് കേരളത്തിൽ നിന്നും മനുപ്രസാദിന്റെ നേതൃത്വത്തിൽ, അതായത് യുവമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷൻ മനുപ്രസാദിന്റെ നേതൃത്വത്തിൽ ഡൽഹിയിൽ എത്തിയത്. ഈ പ്രവർത്തകർ സോണിയയുടെ ഔദ്യോഗിക വസതിയിലേക്ക് മാർച്ച് നടത്തി. ബാരിക്കേഡ് ഉപയോഗിച്ചുകൊണ്ട് പോലീസ് മാർച്ച് തടയാൻ ശ്രമിച്ചു. എന്നാൽ ബാരിക്കേഡുകൾ തള്ളിമാറ്റിക്കൊണ്ട് പ്രവർത്തകർ മുന്നോട്ട് നീങ്ങുകയായിരുന്നു. ഒടുവിൽ വലിയ ബലപ്രയോഗത്തിലൂടെയാണ് പോലീസ് യുവമോർച്ച പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നത്. ശക്തമായ പ്രതിഷേധമാണ് BJP യുവമോർച്ച പ്രവർത്തകരുടെ ഭാഗത്തുനിന്നും ഇന്ന് രാജ്യ തലസ്ഥാനത്തുണ്ടായത്. സോണിയ ഈ വിഷയത്തിൽ സോണിയയ്ക്ക് കൃത്യമായ അറിവുണ്ട്. സോണിയ ഈ ശബരിമലയിൽ നിന്നും സോണിയയ്ക്ക് കൃത്യമായ പങ്ക് ലഭിച്ചു. ഉണ്ണികൃഷ്ണൻ കൊച്ചിയിലൂടെ ആ പങ്ക് ഇറ്റലിയിലേക്ക് അടക്കം കടത്തിയിട്ടുണ്ടാകും എന്നുള്ളതാണ് ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്ത അനുരാഗ് സിംഗ് ഠാക്കൂർ വ്യക്തമാക്കിയത്. അതുകൊണ്ട് തന്നെ പ്രത്യേക അന്വേഷണ സംഘം, സംസ്ഥാന സർക്കാർ രൂപീകരിച്ച അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം ഒരു തരത്തിലുള്ള സുതാര്യതയും ഉണ്ടാകില്ല, മറിച്ച് CBI അന്വേഷണം വേണമെന്നുള്ള ആവശ്യമാണ് അനുരാഗ് സിംഗ് ഠാക്കൂർ അടക്കം വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ വിഷയത്തിൽ കോൺഗ്രസും CPM-നും ഒരേ നിലപാടാണ്. കുറുവ സംഘത്തെ പോലെയാണ് ഈ ഇടത് വലത് മുന്നണികൾ ഈ ശബരിമല വിഷയത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ആചാര വിശ്വാസങ്ങളെ തകർക്കുക എന്നുള്ള ലക്ഷ്യം കൂടി ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനമായും BJP യുവമോർച്ചയും ചൂണ്ടിക്കാണിക്കുന്നത്. 50-ലധികം പ്രവർത്തകർ കേരളത്തിൽ നിന്നും എത്തിയപ്പോൾ BJPയുടെ കേരള സെൽ പ്രവർത്തകർ, ഡൽഹിയിലുള്ള പ്രവർത്തകരും യുവമോർച്ചയ്ക്ക് പിന്തുണയുമായി ഈ സമര രംഗത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ശക്തമായ പ്രതിഷേധമാണ് രാജ്യ തലസ്ഥാനത്ത് ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ അലയടിക്കുന്നത് എന്നുള്ളതാണ് ഇന്ന് സോണിയാഗാന്ധിയുടെ പേരിൽ, അല്ലെ? എന്താണ് ഈ വിഷയത്തിൽ സോണിയയുടെ പങ്ക് എന്നുള്ളതാണ് വ്യക്തമാകേണ്ടത്. അത് കൃത്യമായ അന്വേഷണം നടക്കേണ്ടതുണ്ട്. അത് തന്നെയാണ് യുവമോർച്ചയും ഉന്നയിക്കുന്നത് എന്നുള്ളതാണ്.